ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യത്തിനായി തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. വിവരങ്ങളുമായി ആർ അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത്. അരുൺ, ഗുഡ് ഈവനിംഗ്. ഈ ഒരു അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചു, തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്നാണല്ലോ ഇപ്പോൾ എ പത്മകുമാറിന്റെ വാദം. ക്രിസ്റ്റിന, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി കൊല്ലം വിജിലൻസ് കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. തനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. താൻ അന്വേഷണത്തോട് വളരെ കാര്യമായിട്ടാണ് സഹകരിക്കുന്നത്. തനിക്ക് വലിയ പ്രായമുണ്ട്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ജയിലിൽ കിടത്തുന്നത് മനുഷ്യത്വരഹിതമാണ്. അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ താൻ ചെയ്തുള്ളൂ. അപ്പുറം നടന്നിട്ടുള്ളത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള വലിയ ഗൂഢാലോചനയാണ്. അതിൽ തന്നെ വലിച്ചിഴക്കരുത്. അന്വേഷണ സംഘത്തിന് ഇക്കാര്യങ്ങൾ താൻ ബോധ്യപ്പെടുത്തി കൊടുത്തതാണ്. അതുകൊണ്ട് തനിക്ക് ജാമ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. ജാമ്യ ഹർജി ചൊവ്വാഴ്ച കോടതി പരിഗണിക്കും. പ്രധാനമായും ഈ കേസിൽ നേരത്തെ തന്നെ പുരാരി ബാബുവിന്റെയും അതുപോലെ തന്നെ ബൈജുവിന്റെയും സുധീഷ് കുമാറിന്റെയും അടക്കം ജാമ്യാപേക്ഷ കോടതി തള്ളുന്ന കാഴ്ചയാണ് കണ്ടത്. വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിശദമായ വാദം കേൾക്കുകയും എൻ വാസുവിന് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡിസംബർ 3 ഈ കോടതി വിധി പറയാനിരിക്കെയാണ് പത്മകുമാർ കൂടി കോടതിയെ സമീപിക്കുന്നത്. എന്തായാലും ഇതിൽ പ്രോസിക്യൂഷന്റെ വാദമായിരിക്കും ഏറെ നിർണായകം. കാരണം അവ്യക്തമായ ഒരു മൊഴിയാണ് പത്മകുമാർ നൽകിയതെന്ന നിഗമനത്തിലാണ് നിലവിൽ ഈ SIT ടീം ഉള്ളത്. ഇതിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് ആദ്യമായി എത്തിച്ചത് ആർ അരുൺരാജാണ് കൊല്ലത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.